അല്ല, അത് സ്കൂളിലെ ഇതാണ്, സ്കൂളിന്റെ ഒരു പൊതു പോളിസിയാണ്. എല്ലാ കുട്ടികളും സ്കൂളിന്റെ പോളിസിയാണ്. അത് ഹിന്ദുക്കളോട് മാത്രമേ അത്തരത്തിലുള്ളൂ അല്ല പക്ഷേ? അതെ, അതാണ് സ്കൂളിന്റെ ഇത്. സ്വാമി ശരണം. മതത്തിന്റെ പേരിലുള്ള വസ്ത്രധാരണം വളരെ പ്രത്യക്ഷത്തിലുള്ള മലബാർ മേഖലയിൽ ശബരിമലയിൽ പോകാൻ കറുപ്പുടുത്തു ചെന്ന ഹിന്ദു വിദ്യാർത്ഥികളോട് ഒരു സ്കൂൾ അധികൃതർ ചെയ്ത വളരെ നിന്ദ്യമായ ഒരു പ്രവൃത്തിയുടെ തെളിവാണ് ഈ വീഡിയോയിൽ കൂടി ഞങ്ങൾ പുറത്തുവിടുന്നത്. മതപരമായ രീതിയിൽ ഹിന്ദു വിദ്യാർത്ഥികളും ഹിന്ദുക്കളും എന്ത് ചെയ്താലും അതിനെയൊക്കെ തന്നെ വർഗീയമായി ചിത്രീകരിക്കുകയും ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള വ്യക്തികളും കുട്ടികളും എന്തു ചെയ്താലും അതൊക്കെ തന്നെ ന്യൂനപക്ഷ അവകാശമാണെന്നും അവരുടെ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നും ആണ് ഇത്തരത്തിലുള്ള ശക്തികൾ നാഴികയ്ക്ക് 40 വട്ടവും പറയുന്നത്. രാഖി കെട്ടാൻ പാടില്ല, ചന്ദനക്കുരു തൊടാൻ പാടില്ല, കറുപ്പുടുക്കാൻ പാടില്ല തുടങ്ങി ഹിന്ദു വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വ്യാപകമായ മലബാർ മേഖലയിൽ നിന്ന് തന്നെയാണ് ഈ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. അത് ഒരു പോളിസിന്റെ സ്കൂളിൽ ഇങ്ങനെ തുറന്നു വരുന്നതാണ്. എല്ലാ കുട്ടികൾക്കും ഒരു നിയമം എന്നുള്ള അത് നടപ്പാക്കിയത്. അപ്പം കുറച്ചു കൊല്ലമായിട്ട് അങ്ങനെയാണ് പറയല്. അപ്പൊ അത് പിന്നെ ഞാനിപ്പം പുതുതായിട്ട് വന്ന ഹെഡ് മാഷാണ്. അപ്പൊ അത് മാറ്റം വരുമ്പോ അത് പറയണമല്ലോ കുട്ടികളോട്. പരീക്ഷ എഴുതുവാനായി കറുപ്പ് മുണ്ടുടുത്ത സ്കൂളിലെത്തിയ സ്വാമിമാരായ 3 വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതുവാൻ സമ്മതിക്കില്ല എന്ന് ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ. തുടർന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ സ്കൂളിലെത്തി അധ്യാപകരോട് സംസാരിച്ചതിനെ തുടർന്ന് അന്നത്തെ പരീക്ഷ മാത്രം എഴുതാൻ സമ്മതിക്കുകയും അടുത്ത ദിവസം മുതൽ കറുപ്പ് മുണ്ടുടുത്ത് സ്കൂളിൽ എത്തിയാൽ സ്കൂളിൽ കയറ്റില്ല എന്നും അധികൃതർ അവരെ അറിയിച്ചു. ഈ വിവരം അറിഞ്ഞ ഹിന്ദു വിശ്വാസ് ചാനലിൽ നിന്നും സ്കൂൾ പ്രഥമ അധ്യാപകനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഹിന്ദു വിദ്യാർത്ഥികളെ വർഗീയമായി തന്നെയാണ് അവർ കാണുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അധ്യാപകനുമായിട്ടുള്ള ഈ ഫോൺ സംഭാഷണം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ല, അത് സ്കൂളിലെ ഇതാണ്, സ്കൂളിന്റെ ഒരു പൊതു പോളിസിയാണ്. എല്ലാ കുട്ടികളും സ്കൂളിന്റെ പോളിസിയാണ്. അത് ഹിന്ദുക്കളോട് മാത്രമേ അത്തരത്തിലുള്ളൂ അല്ല പക്ഷേ? അതെ, അതാണ് സ്കൂളിന്റെ ഇത്. ഇനിയിപ്പോ അതല്ലാതെ ഇപ്പൊ ഇന്ന് കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ എഴുതിക്കാന്നുള്ള തീരുമാനം എടുത്തിരുന്നു. അത് ഒരു പോളിസിന്റെ സ്കൂളിൽ ഇങ്ങനെ തുറന്നു വരുന്നതാണ്. എല്ലാ കുട്ടികൾക്കും ഒരു നിയമം എന്നുള്ള അത് നടപ്പാക്കിയത്. അപ്പം കുറച്ചു കൊല്ലമായിട്ട് അങ്ങനെയാണ് പറയല്. അപ്പൊ അത് പിന്നെ ഞാനിപ്പം പുതുതായിട്ട് വന്ന ഹെഡ് മാഷാണ്. അപ്പൊ അത് മാറ്റം വരുമ്പോ അത് പറയണമല്ലോ കുട്ടികളോട്. അല്ല, കുട്ടികളോട് അത് പറഞ്ഞു നോക്കിയതാണ്. അവർക്ക് അങ്ങനെ തന്നെ വരണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ ചെയ്യുക? എല്ലാവരും അങ്ങനെ തീരുമാനിക്കുന്ന നമുക്ക് ഇല്ലല്ലോ. അതെ, ഈ വാക്കുകളിൽ നിന്ന് തന്നെ അധ്യാപകന്റെ പ്രകടമായ ഹൈന്ദവ വിരോധവും സ്കൂൾ മാനേജ്മെന്റിന്റെ ഹിന്ദു വിരുദ്ധ നടപടികളും വളരെ പ്രകടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സൊസൈറ്റിയാണ് ഈ വിദ്യാലയത്തിന്റെ ഭരണം നടത്തുന്നത്. വിദ്യാലയം നടത്തുന്ന സൊസൈറ്റിയുടെ ചട്ടം എന്തായാലും അതിവിടെ വളരെ വ്യക്തമായിരിക്കുകയാണ്. സ്കൂൾ അധികൃതരുടെ ഈ നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്.